ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? Proton NMR spectrum of a dilute solution of a mixture of acetone and dichloromethane in CdCl3 exhibits 2 singlet ആണ് 1:1 ഇന്റൻസിറ്റി. ആ ഇന്റൻസിറ്റി അവർ പറഞ്ഞിരിക്കുന്നത് 1:1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോളാർ റേഷ്യോ എന്നാണെന്ന ചോദ്യം. മോളാർ റേഷ്യോ 1:3 അല്ല വരാം. നോക്കിയേ, അല്ലേ? കാരണം ഇപ്പുറത്ത് 6ഉം അപ്പുറത്ത് 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളേ, അല്ലേ? ഇവിടുത്തെ 1 ഈക്വലന്റ് ആവണമെങ്കിൽ അവിടെ 3 ഈക്വലന്റ് വേണ്ടേ? 1:3. സിമ്പിൾ അല്ലേ ചോദ്യം? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഇന്റൻസ് ബാൻഡ് ജനറലി ഒബ്സർവ്ഡ് ഫോർ എ കാർബോണൽ ഗ്രൂപ്പ് ഇൻ IR സ്പെക്ട്രം. നമ്മളിപ്പോ NMR ഒരു ഇന്റൻസിറ്റിനെ കുറിച്ച് പറഞ്ഞുള്ളൂ, ഇതിപ്പോ IR ആണ്. അപ്പൊ IR ഇന്റൻസ് ബാൻഡ് എങ്ങനെയാ വരുന്നത്? ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡൈപോൾ മൊമെന്റ്. കേട്ടോ? ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊളാരിറ്റി ഡൈപോൾ മൊമെന്റ്. അതായത് കാർബോണിലിന്റെ ഇന്റൻസിറ്റി ആയിരിക്കും കൂടുതൽ ഏതിനേക്കാളും C ഡബിൾ ബോണ്ട് സിയേക്കാളും. അതിന് കാരണം കാർബോണിലിന് പൊളാരിറ്റി കൂടുതലാണ്. സോ ആൻസർ ഈസ് ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ഡ്യൂ ടു CO ബോണ്ട് സ്ട്രക്ചറിങ് ഈസ് ലാർജ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of C13 the number of signals in C13 NMR spectrum of R4-methyl pentanetol. പ്രോട്ടോണും ചോദിച്ചിട്ടുണ്ട് അവര്. ഓക്കെ, ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ വരയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4-methyl pentanetol സ്ട്രക്ചർ വരയ്ക്കുക. സോ pentanetol ആണ് അല്ലേ? അപ്പൊ നമുക്ക് പെൻഡെയിൻ വരയ്ക്കാം. 1 2 3 4 5 2 ആണ്. 2 എന്ന് പറയുമ്പോൾ ഇവിടെ OH, 4 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദിസ് ഈസ് ദ സ്ട്രക്ചർ അല്ലേ? ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഇതിൽ R ഫോം ആണ്. R ഇപ്പൊ വന്നുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ നോക്കാം. സോ C13ഉം പ്രോട്ടോണിനെയും നമുക്ക് നോക്കാം. C13 നോക്കിയേ, ആദ്യം C13 നോക്കാം. C13, അപ്പൊ ഇത് ഒരെണ്ണം, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ, ഇത് അഞ്ചാമത്തെ അല്ലേ? ഇത് അഞ്ചാമത്തെ അല്ലേ? നോക്കിയേ, C13 നമ്പർ ഓഫ് സിഗ്നൽസ് ഇൻ ശരിക്കും പ്രോട്ടോൺ. പ്രോട്ടോൺ നോക്കട്ടെ. പ്രോട്ടോണിന്റെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, 1 2 3 4 5 6 7.
1 2 3 4 5 6 7 പ്രോട്ടോ എന്ത് പറ്റി? ഇവിടെ ഇല്ലല്ലോ, അവിടെ ഉണ്ട്, അവിടെ ഹൈഡ്രോജൻ ഇല്ലേ? യെസ്, അവിടെ ഉണ്ടല്ലോ. 1 2 3 C13 5ഉം പ്രോട്ടോൺ ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഡിയും ഇ എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ദാറ്റ് വൺ ആർക്കെങ്കിലും ഡിയും ഇ അവിടുത്തെ പ്രോട്ടോൺസ് എന്തുകൊണ്ടാണ് രണ്ടും ഡിഫറെന്റ് കാണിക്കണേന്ന് മനസ്സിലായോ? ബി കൈരാൽ കാർബണാറ്റ് ആണ്, മനസ്സിലായോ? ബി കൈരാൽ കാർബണാറ്റ് ആയതുകൊണ്ട് ഇത് ഡയാസ്റ്റീരിയോടോപ്പിക് ആയിരിക്കും, തൊട്ടടുത്ത CH2 ഗ്രൂപ്പ്. ഓക്കെ, ഡയാസ്റ്റീരിയോടോപ്പിക് പ്രോട്ടോൺസ് ആയിരിക്കും, തൊട്ടിപ്പുറത്തൊരു കൈരാൽ കാർബണാറ്റം വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും ഡിഫറെന്റ് പീക്ക് കാണിക്കണത് കേട്ടോ, പ്രോട്ടോൺസ്. ഓക്കെ, ഇപ്പുറത്ത് കൈരാൽ കാർബണാറ്റം വന്ന കാരണേ ആ രണ്ട് പ്രോട്ടോൺസ് രണ്ട് പീക്കാണ് NMR തരുന്നത്. അപ്പൊ 1 2 3 4 5 6 7 ഏഴെണ്ണല്ലേ വരണേ? ABCDEFG 7 വരണേ? FG 7 ഓപ്ഷൻ ഇല്ല അല്ലേ? ഓക്കെ, അവിടെ കിടക്കട്ടെ. മനസ്സിലായോ നിങ്ങൾക്ക്? C13 5ഉം പ്രോട്ടോൺ 7ഉം അത്ര മതി, മനസ്സിലാക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റിനോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ കൈരാൽ കാർബണാറ്റത്തിന്റെ കേസ്. അപ്പൊ അങ്ങനെ ആയപ്പോ 1 2 3 4 5 6 എടുത്തിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വലി ഇവിടെ ഒരു കൈരാൽ കാർബണാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടോൺസ് ഉറപ്പായിട്ടും ഡയാസ്റ്റീരിയോടോപ്പിക് ആയിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെയാണ് വരിക. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. An organic compound shows the following spectral data: IR 1680, proton NMR 7.66, 7.60, 7.10, 2.50, C13 തന്നിട്ടുണ്ട്, പിന്നെ മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതില് എന്തൊക്കെ IR വാല്യൂ? IR 1680 ആണ് തന്നിരിക്കുന്നത്. സോ 1680 എന്ന് പറഞ്ഞ ഒരിക്കലും എസ്റ്റർ വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ സി കട്ട് ചെയ്യാം. സോ കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും തമ്മിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒന്ന്, പ്രോട്ടോൺ NMRന്റെ വാല്യൂ നിങ്ങൾക്ക് നോക്കാം. പ്രോട്ടോൺ NMRന്റെ വാല്യൂ നോർമലി നമുക്കറിയാം 7.2 ആണ് അരോമാറ്റിക് സിസ്റ്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ 7.2നേക്കാളും കൂടുതലാണ് നിങ്ങൾക്ക് വാല്യൂസ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വാല്യൂസ് കാണുമ്പോൾ 7.66 ഉണ്ട്, 7.60 ഉണ്ട്, പിന്നെ 7.1 ആ റേഞ്ചിൽ വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത മോർ അരോമാറ്റിക് ആണെന്നാണ് അർത്ഥം. അതായത് മോർ അരോമാറ്റിക് ആയിട്ടുള്ളത് ഇതിൽ ഏതാ? മോർ അരോമാറ്റിക് ആയിട്ടുള്ളത് ഏതാ? തയോഫിൻ ആണോ ഫ്യൂറാൻ ആണോ? ഏതാ മോർ അരോമാറ്റിക്? വിച്ച് ഈസ് മോർ അരോമാറ്റിക്? തയോഫിൻ ആണോ ഫ്യൂറാൻ ആണോ? വിച്ച് ഈസ് മോർ അരോമാറ്റിക്? തയോഫിൻ അല്ലേ? തയോഫിൻ ആണ് മോർ അരോമാറ്റിക്. ഓക്കെ അല്ലെ? ഫ്യൂറാൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം അതിന് അരോമാറ്റിസിറ്റി കുറവാണ്. ഈ ഫ്യൂറാന്റെ ഒരു പ്രത്യേകത, ഫ്യൂറാൻ എന്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഫ്യൂറാൻ പെരിസൈക്ലിക് റിയാക്ഷനിൽ നിങ്ങൾക്ക് കാണാം, സൈക്ലോ അഡീഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഇതിന്റെ അരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞ ബോർഡർ ലൈനിലാണ്. മനസ്സിലായോ?
അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അരോമാറ്റിസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൽ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും 7.6 റേഞ്ചിൽ വരില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് നോട്ട് ഓപ്ഷൻ ബി. ഇനി വേറൊരു ക്ലൂ അവർ നമുക്ക് തന്നിരിക്കുന്നത് ഈ പീക്കാണ്, 128ന്റെ പീക്ക്. ഈ 128 നിങ്ങൾക്ക് കാണാൻ പറ്റും M+2ന്റെ അതായത് ഐസോടോപ്പിക് പീക്ക് 4.9. അതായത് 4.9 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്കൊരു പ്രശ്നമുണ്ട്. കാര്യം സൾഫർ ഉണ്ടെന്ന് അർത്ഥം. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ബി ആണോ ഡി ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ M+2 4.9 കണ്ടു കഴിഞ്ഞാൽ സൾഫർ പ്രസന്റ് ആണെന്നാണ് അർത്ഥം. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. മനസ്സിലായോ? M+2 4.9% എന്ന് പണ്ട് സൾഫർ പ്രസന്റ് ആണ്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ബി ആണോ ഡി ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ NMRന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് തയോഫിൻ ആണോ ഫ്യൂറാൻ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ ചോദ്യം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അരോമാറ്റിസിറ്റി വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അരോമാറ്റിക് പ്രോട്ടോൺസിന്റെ ഡെൽ വാല്യൂ ഒക്കെ വളരെ കൂടുതലായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡ്യൂസ് ദ സ്ട്രക്ചർ. സ്ട്രക്ചർ റെഡ്യൂസ് ചെയ്യണം. ഇതാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഞാൻ അതിന്റെ ഡാറ്റ തരാം. പ്രോട്ടോൺ NMRന്റെ വാല്യൂ 7.5, doublet of doublet, J is equal to 8.8, 2.4 hertz, 1 hydrogen, 7.58, doublet, J is equal to 2.4 hertz, 1 hydrogen, 6.70, doublet, J is equal to 8.8 hertz, 1 hydrogen, 6.50, 2 hydrogen, broad spectrum, 3.80, 3 hydrogen, singlet. ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓപ്ഷൻസ് നോക്കുക, അതിനുശേഷം അവർ തന്നിരിക്കുന്ന ഡാറ്റ നോക്കുക. നിങ്ങൾ കട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിനൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാം. ഏത് ഓപ്ഷൻ ആണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഏത് ഓപ്ഷനാണ്? അതായത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ 3 ഹൈഡ്രജൻ ആണ്. നിങ്ങൾ 3 ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ വാല്യൂ 3.8 ആണ്. അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് OCH3 ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് 3 അരോമാറ്റിക് പ്രോട്ടോൺസ് വെച്ചിട്ട് നമുക്ക് സ്ട്രക്ചർ അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. 3 അരോമാറ്റിക് പ്രോട്ടോൺസ് വെച്ചിട്ട്. അപ്പൊ ഇതില് ആ 3 അരോമാറ്റിക് പ്രോട്ടോൺസിൽ അവർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാള് എന്താ ചെയ്യണത്, ഒരു ഹൈഡ്രജൻ, ഇപ്പൊ ഞാൻ ഒരു ഹൈഡ്രജന് ഞാൻ ഇവിടെ ഫസ്റ്റ് ഞാൻ എടുത്തു. ദിസ് ഈസ് ദ ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ അവർ പറയണത് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ്. അതായത് ഇവൻ 2 തവണ സ്പ്ലിറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് 8.8 ഹേർട്സ് ആയിട്ട് സ്പ്ലിറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്, ഒന്ന് 2.4 ഹേർട്സ് ആയിട്ട് സ്പ്ലിറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഇയാള് തൊട്ടടുത്തൊരു ഹൈഡ്രജൻ ഉണ്ടെന്നുള്ള കാര്യം ഷുവറാണ്. ഇയാളായിട്ടാണ് 8.8 ഹേർട്സിൽ പങ്കെടുക്കുന്നത്. അത് ഓർത്തോ കപ്ലിംഗ് ആണ്. അതാണ് 8.8 ഹേർട്സ്. പിന്നെ ഇയാൾ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെ പങ്കെടുക്കുന്നത്? മെറ്റയായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? മെറ്റ. ആ മെറ്റ ഒന്നെങ്കിൽ ഇവിടെ വരാം. പക്ഷെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ പിന്നെ മെറ്റ ഇവിടെ വരാം. അങ്ങനെ 2 ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അതിൽ എവിടെ വരും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ പറയാ, 1, 2. ഇപ്പൊ നിങ്ങൾ നോക്കിയതിന്റെ അകത്ത് അങ്ങനെ വരാൻ സാധ്യതയുള്ള കപ്ലിംഗ് എന്ന് പറയുമ്പോൾ, അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇയാളും ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരണ്ടേ? 2 8.8 ഇയാൾ ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരണം. അതായത് ഈ ഹൈഡ്രജൻ വരുന്നുണ്ടെങ്കിൽ ഇയാൾ ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരണ്ടേ? എന്നിട്ട് 8.8ഉം 8.8ഉം വരണ്ടേ? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഞാൻ ഫസ്റ്റ് തൊട്ട് പറയാം, നിങ്ങൾ നോക്കിട്ടാ. ഫസ്റ്റ്, അതായത് ആദ്യത്തെ പ്രോട്ടോൺ നോക്ക്. ഫസ്റ്റ് പ്രോട്ടോൺ, ആദ്യത്തെ പ്രോട്ടോൺ എന്താ അവർ പറഞ്ഞിരിക്കണേ?
അയാളെ വാല്യൂ ഒക്കെ എന്തെങ്കിലും ആവട്ടെ, വാല്യൂ എന്തെങ്കിലും ആവട്ടെ, ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ്. ഇത് മനസ്സിലായോ? ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 8.8 ഹേർട്സിൽ ഒരാളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ 2.4 ഹേർട്സിൽ വേറെ ആളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇത് അതായത് ദിസ് ഈസ് ഓർത്തോ കപ്ലിംഗ്, ദിസ് ഈസ് മെറ്റാ കപ്ലിംഗ്. അതായത് ഈ നമ്മൾ ഇയാളെ റെഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം ഇവിടെ വരാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് വരാം, എവിടെ വേണമെങ്കിൽ വരാം. പിന്നെ സാധ്യത എന്ന് പറയുന്നത് ഒരെണ്ണം ഇവിടെ വരാം മെറ്റയില്, അല്ലെങ്കിൽ ഇവിടെ വരാം. ഇത് ക്ലിയർ ആണോ? ഞാൻ ഇയാളാണ് പറയണത്, ഇയാളെ വെച്ചിട്ടാണെന്ന് പറയണത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഹൈഡ്രജൻ വരുന്നതെങ്കിൽ ഓപ്ഷൻ സിയിലോട്ടാ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെയാണ് ഹൈഡ്രജൻ വരുന്നതെങ്കിൽ ഓപ്ഷൻ സിയിലോട്ടാ പോവാ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇയാളുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരണം? ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരണം. അത് മാത്രമല്ല 8.8ഉം 8.8ഉം വരണം വിത്ത് റെസ്പെക്ട് ടു ഹിയർ, വിത്ത് റെസ്പെക്ട് ടു ഹിയർ. അങ്ങനെ ഇല്ലല്ലോ, ആകെ കൂടി ഒരാൾക്ക് മാത്രമല്ല ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ഉള്ളൂ, അല്ലേ? അതിനർത്ഥം എന്താ? ഇയാൾ ഇവിടെ വരില്ല, ഇവിടെ വരുള്ളൂ, ഇവിടെ വരുള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ നിങ്ങൾക്ക് ഓർത്തോ കപ്ലിംഗ് കിട്ടി, ഇവിടെ നിങ്ങൾക്ക് മെറ്റാ കപ്ലിംഗ് കിട്ടി. അതായത് ഇയാള് 2.4 ഹേർട്സിൽ മെറ്റാ കപ്ലിംഗ്. പിന്നെ ഇവന് സ്പ്ലിറ്റിംഗ് ഇല്ല, കാരണം പാരയിലാ കിടക്കണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടില്ല. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ആള്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം. ദെൻ കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി. ഓപ്ഷൻ എയും ഓപ്ഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്നുള്ളത്. അത് ഡെൽ വാല്യൂ നോക്കിയാൽ മതി, കാരണം നമുക്ക് അതേ പറ്റൂ. ഒരാളുടെ വാല്യൂ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ആ കുറഞ്ഞ ആള് ഒരാളുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, ആ കുറഞ്ഞ ആള് 8.8 കിടക്കണം കേട്ടാ, അതും ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ നോക്കി ഏതായിരിക്കും വരാൻ സാധ്യത. സ്പ്ലിറ്റിംഗ് നോക്കണേ. 7.5 ഉണ്ട്, 7.58 ഉണ്ട്, 6.7 ഉണ്ട്. പക്ഷെ ജെ വാല്യൂ നോക്കിയോളൂ. അതായത് ബി ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഏതായിരിക്കും വരാൻ സാധ്യത? ബി ഓപ്ഷൻ ആണെങ്കിലേ ഈ ഹൈഡ്രജൻ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു. അപ്പൊ ഇയാൾക്ക് ഇത് ഓർത്തോലാണ്, ഓക്കെ, ഞാൻ എ നോക്കാം, നമുക്ക് എ ചെക്ക് ചെയ്യാം. എ നിങ്ങളൊന്നൊക്കെ ചെക്ക് ചെയ്യുക. എ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഹൈഡ്രജൻ, പിന്നെയുള്ള ഹൈഡ്രജൻ ഇത്, പിന്നെ ഒരു ഹൈഡ്രജൻ ഇത്, അല്ലേ? നിങ്ങൾ നോക്കട്ടോ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇയാള് 7.5 വരണ്ടേ? ഇയാൾ എവിടെ വരണം? 7.58 വരണ്ടേ? ഇയാൾ എവിടെ വരണം? 6.7 വരണം. നോക്കിയേ, അങ്ങനെ വന്നാലല്ലേ ശരിയാവുള്ളോ? നോക്ക്, ഞാൻ പോസിബിലിറ്റി നോക്കണതാട്ടോ, വരുമോ വരില്ല എന്നുള്ളതല്ല. നിങ്ങൾ അങ്ങനെ വരാൻ വല്ല സാധ്യതയുണ്ടോ? നിങ്ങൾ നോക്കിയേ, ഇയാളുടെ വാല്യൂ 7.58 വരാൻ വല്ല സാധ്യതയുണ്ടോ? ഇപ്പുറത്ത് കിടക്കുന്നത് OMe ഗ്രൂപ്പും ഇപ്പുറത്ത് കിടക്കുന്നത് NH2 ഗ്രൂപ്പും ആണ്. രണ്ടും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്താ ചെയ്യുക? ഡെൽ വാല്യൂ എന്താ ചെയ്യുക? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ OMe ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കുക. ഇവനെന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇങ്ങോട്ട് പുള്ള് ചെയ്യും. അപ്പൊ ഓർത്തോ പൊസിഷനെയും പാരാ പൊസിഷനെയും എന്താക്കി മാറ്റും? ഇലക്ട്രോൺ റിച്ച് ആക്കി മാറ്റും. ഇലക്ട്രോൺ റിച്ച് ആയി കഴിയുമ്പോൾ ഡെൽ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ നോക്കിയേ, 7.2 ആണ് അരോമാറ്റിക് സിസ്റ്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിനേക്കാളും കൂടുതലാണ് ഇടയിൽ കിടക്കുന്നത്. ഓപ്ഷൻ എ വരുമോ? വരില്ല, ഒരു കാരണവശാലും ഓപ്ഷൻ എ വരില്ല. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ ആണോ? അവര് നമുക്ക് ആൻസർ തന്നിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾക്ക് ക്ലൂ തന്നിരിക്കുകയാണ്. നിങ്ങൾ ആ ക്ലൂ വെച്ചിട്ട് ആൻസറിലോട്ട് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ,
അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ്. എല്ലാം എസ്റ്റർ ആണ്. എല്ലാം എസ്റ്റർ ആണ്. 5 മെമ്പേർഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഏറ്റവും വാല്യൂ കുറവ് ആർക്കാൻ നോക്കാം, ഏറ്റവും വാല്യൂ കൂടുതൽ ആർക്കാൻ നോക്കാം. കോൺജുഗേഷൻ, ആറില് കോൺജുഗേഷൻ ഉണ്ട് ഇല്ലേ? ആറിന് കോൺജുഗേഷൻ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ കോൺജുഗേഷൻ വരുമ്പോ ന്യൂ ബാർ കുറയും. അപ്പൊ ഏറ്റവും കുറവ് വാല്യൂ ഇതിൽ ആരാ? 1750. 6 1750 ആയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തേൽ കോൺജുഗേഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു കാർബോണിൽ ഇല്ല, പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ ആണ് അവിടെ റെസണൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്ലേ ചെയ്യും. ഇയാളുടെ വാല്യൂ 1800 ആയിരിക്കും. അതായത് ക്യൂന് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഇഫക്റ്റ് ആണ് വരുന്നത്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് വരുമ്പോ ന്യൂ ബാർ അല്ലെ മൈനസ് ആയി പോലെ വരുമ്പോ ന്യൂ ബാർ ഇൻക്രീസ് ചെയ്യും. ഞാൻ പറഞ്ഞിരുന്നു ഇത്. പിന്നെ ഇത് നോർമൽ ആയിട്ടുള്ള വാല്യൂ, സോ ദാറ്റ് വിൽ ബി 1770. നമ്മൾ കുറെ 1770 കണ്ടതല്ലേ ഈ എസ്റ്ററിന്റെ 5 മെമ്പേർഡ്. ഇല്ലേ? ഉണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of chemical shift non-equivalent protons expected in proton NMR spectrum of alpha pinene. ഇതാണ് ആൽഫ പൈനീന്റെ സ്ട്രക്ചർ. നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, അല്ലേ? Now this is C, D, this is E, this is F, G, this is H, this is I, and this is J. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം അല്ലേ? ആൻസർ ഈസ് 10. ഇതില് ദിസ് ഈസ് ഡയാസ്റ്റീരിയോടോപ്പിക്, ദിസ് ഈസ് ഡയാസ്റ്റീരിയോടോപ്പിക്. അതായത് നമ്മളൊരു ബൈസൈക്ലിക് സിസ്റ്റത്തില് നിങ്ങൾ നോക്കുക, ഒരു ബൈസൈക്ലിക് സിസ്റ്റം ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തില് ഈ പ്രോട്ടോൺ, ദിസ് ഈസ് എക്സോ, ദിസ് ഈസ് എൻഡോ അല്ലേ? എക്സോ വേഴ്സസ് എൻഡോ റിലേഷൻഷിപ്പ് ഈസ് ഓൾവേസ് ഡയാസ്റ്റീരിയോടോപ്പിക്. ഡയാസ്റ്റീരിയോടോപ്പിക്കിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് വിൽ ഷോ ഡിഫറെന്റ് സിഗ്നൽസ് ഇൻ NMR. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, ഒരു കൈരാൽ കാർബൺ ആറ്റത്തിന്റെ തൊട്ടടുത്ത ഒരു CH2 ഗ്രൂപ്പിലുള്ള പ്രോട്ടോൺസ് എന്തായിരിക്കും? ദേ വിൽ ബി ഓൾസോ എന്തായിരിക്കും? ഡയാസ്റ്റീരിയോടോപ്പിക്. ഒരു കൈരാൽ കാർബൺ ആറ്റത്തിന്റെ തൊട്ടടുത്ത് കാർബണിന് വരുന്ന പ്രോട്ടോൺസ് എന്തായിരിക്കും? അതും എന്തായിരിക്കും? ഡയാസ്റ്റീരിയോടോപ്പിക് ആയിരിക്കും. കേട്ടോ? വാട്ട് അബൌട്ട് I ആൻഡ് J? അവരുടെ പ്രത്യേകത എന്താ? I ആൻഡ് J എന്തുകൊണ്ടാണ് ഡിഫറൻസ് കാണിക്കുന്നത്? ഡ്യൂ ടു, ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റും എന്തുകൊണ്ട് ഐയും ജെയും ഡിഫറൻറ്റ് കാണിക്കണം എന്നുള്ളത്? ഐയും ജെയും അത് രണ്ടും CH3 ഗ്രൂപ്പുകളല്ലേ, പക്ഷെ അവർ രണ്ടും NMR ഡിഫറെന്റ് പീക്ക് തരും. അതിന്റെ റീസൺ അനൈസോട്രോപിക് ഇഫക്റ്റ്. അനൈസോട്രോപിക് ഇഫക്റ്റ് ഡ്യൂ ടു അൺസാച്ചുറേഷൻ. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് അവർ ചോദിക്കാൻ കാരണം. കണ്ടോ 9 കിടക്കണ കണ്ടോ നിങ്ങള്? 9. നിങ്ങൾ ഡയാസ്റ്റീരിയോടോപ്പിക് പ്രോട്ടോൺസ് എഴുതിയില്ലെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 1 2 3 4 5 6 7. ആ ഓപ്ഷൻ അവിടെ ഉണ്ട് ഇല്ലേ? ആ ഓപ്ഷൻ അവിടെ ഉണ്ട്.
ഇനി നിങ്ങള് അനൈസോട്രോപിക് ഇഫക്റ്റ് ഒരു കൊച്ചിന് ഒരു കുട്ടി അത് വിട്ടുപോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 അതും അവിടെ ഉണ്ട്. അങ്ങനെയാണ് ഒരു ഓപ്ഷൻസ് തരുള്ളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ആൽഫ പൈനീനും ബീറ്റ പൈനീനും. നിങ്ങൾ ബീറ്റ പൈനീനും 10 തന്നെയാണ് ഉത്തരം. നിങ്ങൾ ബീറ്റ പൈനീന്റെ സ്ട്രക്ചർ എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. റിപ്പീറ്റ് ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണോ? അല്ല, ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് തന്നെ. ഇൻ ദ മാസ് സ്പെക്ട്രം ഓഫ് 1,2 ഡൈക്ലോറോയിഥൈൻ അപ്രോക്സിമേറ്റ് റേഷ്യോ ഓഫ് പീക്ക്. ഇത് നിങ്ങൾ ബൈഹാർട്ടായി ഉണ്ടാവും. 2 ക്ലോറിൻ വരുമ്പോൾ എത്ര ഇന്റൻസിറ്റി ഉണ്ട് ഐസോടോപിക് പീക്കിന്റെ? ഉത്തരം എന്താ? എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ 2 തവണ വന്നു എന്ന് എനിക്ക് തോന്നണേ. എന്തായിരിക്കും? ബി 9:6:1. ഓക്കെ അല്ലേ? ചെയ്യണ്ടല്ലോ. 9:6:1. 2 ക്ലോറിൻ ഒരെണ്ണം 75%, ഒന്ന് 25%, 3:1 റേഷ്യോയിലിട്ട് ചെയ്യണത് നമ്മള്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. In the proton NMR spectrum of a compound, the 2 methyl groups are expected to display signals at. ഇതാണ് ചോദ്യം. ഇതില് ആ 2 പീക്ക് എവിടെയാണ് നമുക്ക്, ആ 2 മീഥൈൽ ഗ്രൂപ്പ് നമുക്ക് എങ്ങനെയാണ് സിഗ്നൽ തരാന്നുള്ളത്. നമുക്ക് ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ ആൽഫ പൈനീൻ പറഞ്ഞിരുന്നു. സെയിം ടൈപ്പ് തന്നെ ആൽഫ പൈനീൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡബിൾ ബോണ്ട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 മീഥൈൽ ഗ്രൂപ്പ് നമുക്ക് 2 സിഗ്നലാണ് തരിക. അത് മനസ്സിലായോ എന്തുകൊണ്ടാണെന്നുള്ളത്? എന്തുകൊണ്ടാണ് 2 സിഗ്നൽ തരുന്നത്? ഡ്യൂ ടു അനൈസോട്രോപിക് ഇഫക്റ്റ്, ഡ്യൂ ടു അൺസാച്ചുറേഷൻ. നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി റെഫർ ചെയ്യാം. അനൈസോട്രോപിക് ഇഫക്റ്റ് ഡ്യൂ ടു അൺസാച്ചുറേഷൻ. 2 മീഥൈൽ ഗ്രൂപ്പിന്റെ എൻവറോൺമെന്റ് ഡിഫറെന്റ് ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. ഇനി നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഇതിന്റെ അകത്ത് ഏതാണ് ഇതിന്റെ വാല്യൂ, നിങ്ങൾ എന്തായാലും ഈ ഉത്തരം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതിന് കാരണം ഒരിക്കലും മീഥൈൽ ഗ്രൂപ്പിന്റെ പ്രോട്ടോണിന്റെ വാല്യൂ ഒന്നും എന്ത് വരില്ല, 5 ഒന്നും വരില്ല. വരുമോ? CS3 ഗ്രൂപ്പിന്റെ വാല്യൂ ഒക്കെ 5 വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓക്സിജൻ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുമ്പോ തന്നെ 3.8 3.9 വന്നിട്ട് അവസാനിക്കണം. എന്നിട്ടാണ് CS3 ഗ്രൂപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് അവർ 5 ഒക്കെ ഇട്ടിരിക്കണം. അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആൻസർ എന്താണെന്നുള്ളത് ഓപ്ഷൻ ബി ആണെന്നുള്ളത്. ഇതൊക്കെ ഒരു ലോജിക്. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. അവര് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അവര് സ്ട്രക്ചർ വരച്ചിട്ട് തന്നിരുന്നു. എനിക്ക് പേപ്പർ ഏതാന്ന് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട പോലെ എനിക്ക് 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 6. ഓക്കെ, ഡബിൾ ബോണ്ടിൽ ഈ 2 മീത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചിട്ട് അവർ തന്നിരുന്നു. ഇതില് എന്തെങ്കിലും ആവട്ടെ.
ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എയും ഇത് ബിയും രണ്ട് പ്രോട്ടോൺസ് ആണ്. ഡബിൾ ബോണ്ടിന്റെ അടുത്ത് വരുന്ന മീഥൈൽ ഗ്രൂപ്പിന്റെ വാല്യൂ കുറവായിരിക്കും കേട്ടോ. അങ്ങനെ സ്ട്രക്ചർ അവർ വരച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വാല്യൂ കുറവും ഇയാളുടെ വാല്യൂ കൂടുതലായിരിക്കും. ആന്റിയിൽ കിടക്കുന്ന ആളുടെ വാല്യൂ ആയിരിക്കും കൂടുതൽ. ഇനി എങ്ങാനും അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണോ? ഇത് സിന്നും ഇത് ആന്റിയും ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A compound displays the following spectral data. The correct structure of the compound. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം തരാം. ജസ്റ്റ് ട്രൈ ചെയ്യുക. 5 മിനിറ്റ്സ് ഉണ്ട്. മാക്സിമം ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ലൂ എടുക്കുക, കട്ട് ചെയ്ത് കളയുക കേട്ടോ. യെസ്, അവർ IR വാല്യൂ തന്നിട്ടുണ്ട്, പ്രോട്ടോൺ NMR വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ OCH3 ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ നോക്കട്ടെ. സോ 753, ഞാനൊരു 757 758 ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. അതിന് മുന്നേ ഉത്തരം പറഞ്ഞോ, ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? യെസ്, ഒന്ന് നോക്കിയേ. പതുക്കെ ചെയ്യട്ടാ. നിങ്ങൾ 5 മിനിറ്റ് സമയമുണ്ട്, ധാരാളമാണ് 5 മിനിറ്റ് ഒക്കെ.
ഓക്കെ, ഉത്തരം വന്നു തുടങ്ങി. 757 ആയി. സോ നമുക്ക് IR വാല്യൂ തന്നിട്ടുണ്ട് 1690. സോ ഇറ്റ് ഈസ് നോട്ട് എസ്റ്റർ. ഓപ്ഷൻ ബി കട്ട് ചെയ്തു, ഓപ്ഷൻ ഡി കട്ട് ചെയ്തു. ആൻഡ് വി ഹാവ് സിഗ്നൽസ് NMR 1, 2, 3, 4 NMR സിഗ്നലാണുള്ളത്. ഞാൻ ആദ്യം അത് നോക്കുകയാണ്. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4 അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയേ, ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4, ദിസ് വിൽ ബി 5, ദിസ് വിൽ ബി 6. അതിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷന് വേറെ ഒന്നും നോക്കേണ്ടി വന്നില്ല. കാരണം ഞാൻ ആ രണ്ട് സ്ട്രക്ചറിന്റെ ഡിഫറൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് അറിയാലോ, ഏകദേശം ഒക്കെ പെട്ടെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് സിഗ്നൽസ് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തോളൂട്ടാ. കാരണം ചിലപ്പോൾ അതിലൊക്കെ ഉത്തരം വരും, പിന്നെ നമുക്ക് അധികം പോണ്ടി വരില്ല കേട്ടോ. എല്ലാവരും പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. In the proton NMR spectrum of an organic compound recorded at a 500 megahertz spectrometer showed a quartet with line positions at 1759, 1753, 1747, 1741 hertz. Chemical shift and coupling constant ആണ് ചോദിച്ചിരിക്കുന്നത്. Chemical shift and coupling constant. ഓക്കെ, കെമിക്കൽ ഷിഫ്റ്റ് ആൻഡ് കപ്ലിംഗ് കോൺസ്റ്റന്റ്. അപ്പൊ അവർ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് 500 മെഗാഹേർട്സ് ഇൻസ്ട്രുമെന്റ് ആണ്. 500 മെഗാഹേർട്സ് ഇൻസ്ട്രുമെന്റില് ക്വാർട്ടറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിത്ത് ഈ വാല്യൂസ്. ഓക്കെ, ഹേർട്സിലാണ് അവർ നമുക്കത് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആവറേജ് എടുക്കുക. ക്വാർട്ടറ്റ് അല്ലേ നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ 1759 പ്ലസ് 1753 പ്ലസ് 1747 പ്ലസ് 1741 ഡിവൈഡഡ് ബൈ 4 ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. ഓക്കെ, 53, 47, 59, 41. 100 വരാ. 1750 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, സോറി ഇതിന്റെ ബൈ 4 അല്ല വരാ. ബൈ 4 എന്ന് പറയുമ്പോൾ 1750 1750 ഹേർട്സ് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. 1750 ഈ 1750 ഹേർട്സിലല്ലേ. അപ്പൊ അതിനെ നമുക്ക് PPM ആക്കണമെങ്കിൽ നമ്മൾ ചെയ്തതല്ലേ. എന്ത് ചെയ്താൽ മതി? 1750നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 500. അപ്പോ എത്ര കിട്ടും? കാരണം വളരെ ക്ലോസ് ആയിട്ട് വാല്യൂ 3.5ഉം 3.6ഉം ആണ്. അപ്പൊ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നതെന്ന് നോക്കുക. ഐ തിങ്ക് ഇറ്റ് വിൽ ബി 3.5 ppm. 3.5 എന്ന് ചെക്ക് ചെയ്ത കറക്റ്റ് ആണോ നോക്കിയേ. 3.5 ppm. 0 പോയി 5 3 25 5 അല്ലേ. 3.5 ppm. അപ്പൊ നമുക്ക് 3.5 ppm ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഹേർട്സ് വേണം. ഹേർട്സ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് എടുത്താൽ പോരെ. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഡിഫറൻസ് എടുത്താൽ പോരെ. എത്ര കിട്ടും? ബി അല്ലേ കിട്ടാം ഡിഫറൻസ്. ഏതെങ്കിലും രണ്ട് ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. 1759, 1753 ഏതെങ്കിലും.
രണ്ട് അഡ്ജസന്റ് ലൈൻ ഫ്രീക്വൻസീസിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. കിട്ടിയ ഉത്തരം 3.5ഉം 12ഉം. ട്വൽവ് അല്ലല്ലോ, 6 അല്ലേ? സോറി, 6 അല്ലേ? നോക്കിയേ, 53, 59, 6. ഓപ്ഷൻ എ കേട്ടോ, ഓപ്ഷൻ തെറ്റിക്കരുത്. ഇങ്ങനെയൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. എളുപ്പല്ലേ, വളരെ ഈസി ചോദ്യമല്ലേ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of signals present in the proton decoupled C13 NMR spectrum of the following compounds. Number of signals present in the proton decoupled C13 NMR spectrum of the following compounds. Number of signals present in the proton decoupled C13 NMR spectrum of the following compounds. എത്ര കിട്ടും നോക്കാം അല്ലേ? എ എ എ എ അല്ലേ? നോക്കിയേ, ബി 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 അല്ലേ? സി 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 ഡി 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 ഡി. നോക്കിയേ, 4 അല്ലേ കിട്ടാ? ഫോർ. ഓക്കെ, നമ്മ ആക്കിട്ടെ. ഇവിടെ അത് ചെറുതാക്കി എഴുതാം. എ എ എ എ ബി 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 സി 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 ഡി 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 ഡി. 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ, proton NMR spectrum of a mixture of benzene and acetonitrile shows 2 singlets of equal integration. Molar ratio of benzene is to acetonitrile is. അല്ലേ, നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലത്? ഇതേ ടൈപ്പ്. ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കുക. സ്ട്രക്ചർ വരയ്ക്കേണ്ട, C6H6 ബെൻസീൻ, C6H6. അസറ്റോനൈട്രൈൽ എന്താ? CH3CN. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ അല്ലേ? അവർ പറയണത് ഈക്വൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ 6 ഹൈഡ്രജൻ, ഇത് 6 ഹൈഡ്രജൻ, ദാറ്റ് ഈസ് 1:1. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? ഇത് ഇവിടെ 1 ഈക്വലന്റ് ആണെങ്കിൽ ഇവിടെ എന്ത് വേണ്ടി വരും? 2 ഈക്വലന്റ്. ബെൻസീൻ ഈസ് ടു അസറ്റോനൈട്രൈൽ ആണ് റേഷ്യോ. അപ്പൊ എന്തായിരിക്കും വരാ? 1:2. ഈ ചോദ്യം ഒന്ന്, ഇതുപോലത്തെ ചോദ്യം ഒന്ന് ചെയ്തോളില്ലേ? അടുത്ത ചോദ്യം, the number of lines in the fluorine NMR spectrum of F2CBr CBr Cl2 at 120 degrees Celsius, assuming it a mixture of static conformations given below.
assuming is a mixture of static conformations given below. അവിടെ 3 കൺഫോർമേഷൻസ് അവർ നമുക്കൊരു കോമ്പൗണ്ടിന് തന്നിട്ടുണ്ട്. അത് സ്റ്റാറ്റിക് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഫ്ലൂറിൻ NMRൽ എത്ര സിഗ്നൽസ് കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കണം. ഐ വാല്യൂ ഓഫ് ഫ്ലൂറിന് എത്രയാ? 1/2. ഫ്ലൂറിന്റെ ഐ വാല്യൂ പ്രോട്ടോണിന്റെ പോലെ തന്നെയാണ്, 1/2 ആണ്. ഓക്കെ, അപ്പൊ ഇതില് 3 സ്ട്രക്ചേഴ്സ് അവർ തന്നിട്ടുണ്ട്. ഇതില് ഈ 2ഉം 3ഉം എനാൻഷോമേഴ്സ് ആണ്. നോക്കിയേ, അല്ലേ? രണ്ടും മൂന്നും എനാൻഷോമേഴ്സ് ആണ്. അപ്പൊ എനാൻഷോമേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും നമുക്കൊരു സിഗ്നലാണ് തരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. ആദ്യത്തെ ആൾ എന്ത് തരും? 2 × 2 × 1/2 + 1 പ്ലസ് രണ്ടാമത്തെ ആൾക്കാര് 2 × 2 × 1/2 + 1. സോ ടോട്ടൽ ഇവിടെ എത്ര വരും? 3. ഇവിടെ എത്ര വരും? അല്ല, ഇവിടെ നമുക്ക് രണ്ടും ഒരേ സിഗ്നലല്ലേ തരാം, അല്ലേ? ഈ 2 ഫ്ലൂറിന് ഒരേ സിഗ്നലല്ലേ തരാം ആദ്യത്തെ കേസിൽ, കാരണം എൻവയോൺമെന്റ് 2 സെയിം അല്ലേ? അല്ലേ? അപ്പൊ ആദ്യത്തെ ആള് 2 × 1 × 2 ഫ്ലൂറിനുണ്ട്, ഒരേ സിഗ്നലാണ് തരാം. 2 × 1 × 1/2 + 1. മറ്റോടത്ത് ഡിഫറെന്റ് അല്ലേ? ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ബ്രോമിന്, ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ക്ലോറിനാണ്. 2 × 2 × 1/2 + 1. സോ ദാറ്റ് ഈസ് ഇവിടെ 2, ഇവിടെ 3. സോ ടോട്ടൽ എത്ര സിഗ്നൽ തരാം? 5. സോ ആൻസർ ഈസ് 5. രണ്ട് ഫ്ലൂറിനും കൂടി ഒരു പീക്കല്ല തരാം ആദ്യത്തെ കേസില്. എൻവയോൺമെന്റ് സെയിം അല്ലേ? നോക്കിയേ, രണ്ടാമത്തെ കേസിൽ എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ്, പക്ഷെ അത് എനാൻഷോമേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി. ഓക്കെ ആണോ? 3 + 2 5. Next question. In the C13 NMR spectrum of DMSO, D6 give a signal at 39.7 as എങ്ങനെ തരാം? 39.7 DMSO. DMSOയുടെ സ്ട്രക്ചർ എന്താ? D6 ആണ്. അപ്പോ S ഡബിൾ ബോണ്ട് O CD3 CD3. This is DMSO, deteriorated DMSO ആണ്. അപ്പൊ 6 C13 ആണ്. C13 ആണ് നമുക്ക് വേണ്ടത്. 39.7 തരുന്നത്. അത് എങ്ങനെയാണ് അത് തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ വരാം? കാരണം രണ്ടും ഒരേ എൻവയോൺമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതെ, ഇവനെടുത്തു. അപ്പോ ഈ കാർബണില് ഡയറക്റ്റ് ആയിട്ട് 3 ഡ്യൂറ്റീരിയം കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഡ്യൂറ്റീരിയത്തിന്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എന്ത് വരും? 2 × 3 × 1 + 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സോ ആൻസർ വിൽ ബി സെപ്റ്ററ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? സെപ്റ്ററ്റ്. Next question. NMR സ്ട്രക്ചറൽ എലൂസിഡേഷൻ ആണ്. സിമ്പിൾ ചോദ്യമാണ്. 2 മിനിറ്റ് സമയം തരാം. 2 മിനിറ്റ്സ് മതി. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതെടുക്കണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തോ, കുഴപ്പമില്ല. 2 മിനിറ്റ്സ് മതി ചെയ്യാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
നമ്പർ ഓഫ് സിഗ്നൽസ് ആദ്യം നോക്കുക. അതുകൂടി 3 സിഗ്നലേ ഉള്ളൂ അല്ലേ? 7.38, 7.25, 1.29. അല്ലേ? സിമ്പിൾ അല്ലേ? നമ്പർ ഓഫ് സിഗ്നൽസ് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട അല്ലേ? ഓക്കെ അല്ലേ? ആദ്യത്തെ കേസിലെ നോക്ക്, 1, 2, 3. ഇവിടെ 1, 2, 3, 4. ഇവിടെ 1, 2, 3, 4, 5. ഇവിടെ 1, 2, 3, 4, 5 അല്ലേ? നമ്പർ ഓഫ് സിഗ്നൽസ് നോക്കിയാൽ പോരെ? We'll get the answer. Next question. സ്ട്രക്ചർ എലൂസിഡേഷൻ ആണ്. ശരിക്കും ഭയങ്കര രസമാണോ സ്പെക്ട്രോസ്കോപ്പി ചെയ്യാനായിട്ട്? നമുക്ക് അതിൻ്റെ ഒരു ഹരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറെ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, ചെയ്യാം, ആരെ കൊണ്ടും പറ്റും. എനിക്കൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. എനിക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല സ്പെക്ട്രോസ്കോപ്പി, കാരണം മനസ്സിലായിട്ടായിരുന്നില്ലേ പഠിപ്പിക്കുമ്പോൾ. പിന്നെ പഠിച്ച് ബുക്ക് എടുത്ത് വായിച്ച് അങ്ങനെ ശരിയായതാ. ഒന്ന് ചെയ്യാൻ പറ്റും നോക്കിയേ. ട്രൈ ചെയ്ത് നോക്കട്ടെ. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യുക, നോക്കുക, നമ്പർ ഓഫ് സിഗ്നൽസ് ഒക്കെ നോക്കുക. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ പറയണില്ല, കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരണേ. ആദ്യം റൂൾ ഔട്ട് ചെയ്ത് കളയാ നിങ്ങളെ നോക്കിയിട്ട്. ഓക്കെ, ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാലോ ഉത്തരത്തിലോട്ട് അല്ലേ? ഈസി ആയിട്ട് വരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് പെട്ടെന്ന് എളുപ്പം പിടിക്കാൻ പറ്റുന്ന പ്രോട്ടോൺസിനെ ആദ്യം പിടിക്കുക. ഇപ്പോ 3 ഹൈഡ്രജൻ ആദ്യം നോക്കുക. 3 ഹൈഡ്രജൻ വാല്യൂ അവര് സിംഗ്ലറ്റ് 3.59 തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 3 ഹൈഡ്രജൻ 3.59 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആറ്റം ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓപ്ഷൻ എ കട്ട് ചെയ്യാം. കട്ട് ചെയ്തൂടെ? ഓപ്ഷൻ എ OCH3 ഗ്രൂപ്പ് ഓപ്ഷൻ എയിൽ ഇല്ല, ഓപ്ഷൻ സിയിൽ ഇല്ല, ഓപ്ഷൻ ഡിയിലുണ്ട് OCH3 ഗ്രൂപ്പ്.
പക്ഷെ ഓപ്ഷൻ ഡിയിൽ ഒരു 1 ഹൈഡ്രജൻ കിടക്കുന്നുണ്ട്, അത് ഓപ്ഷൻ ബിയിൽ ഇല്ല. അപ്പൊ നമ്മൾ NMR നോക്കി 1 ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കി, 3 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, ദർ ഈസ് നോ 1 ഹൈഡ്രജൻ. അപ്പൊ ഓപ്ഷൻ ഡിയും കട്ട് ചെയ്തു. ആൻസർ ഈസ് ഓപ്ഷൻ ബി. നിങ്ങൾ എല്ലാവരും ഓപ്ഷൻ ബിയിലോട്ട് വന്നു. ഞാൻ പോയ റൂട്ട് തന്നെയാണോ നിങ്ങൾ പോയേ? യെസ്, അങ്ങനെ പോയാൽ മതി. മനസ്സിലായോ? നമ്മള് കട്ട് ചെയ്ത് ഓപ്ഷനിലോട്ട് വരാൻ നോക്കാം. മനസ്സിലായോ? അങ്ങനെ നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് ഓപ്ഷൻസ് കണ്ടുപിടിക്കാം. അതാണ് എളുപ്പം. അതല്ലാതെ നിങ്ങൾ വാല്യൂസ് ഒക്കെ എടുത്ത് അത് എവിടെ വരാൻ നോക്കി ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്യണ്ട. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇതിന്റെ നോട്ട്സ് മിഥുൻ സാറിന്റെ അടുത്ത് ചോദിച്ചോളൂട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ. ശരി, താങ്ക് യു.